അതിനകത്തെ പല എം പിമാരെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് RSS ആണ്. വാദ്രാജിക്കും പ്രിയങ്കാജിക്കും ഒക്കെ മുദ്രാവാക്യം വിളിക്കത്തക്ക വിധത്തിൽ ബൗദ്ധികമായി അധപ്പതിച്ച ഒരാളല്ല തരൂർ. ഈ തരൂർ പോയാൽ ഒറ്റയ്ക്കാകില്ല പോകുന്നത് എന്നൊക്കെയുള്ള ചില കരക്കമ്പികളൊക്കെ കേൾക്കുന്നു. അതായത് അദ്ദേഹം RSP ഇടത് സൈദ്ധാന്തിക ചിന്താഗതികളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നേരെ മോദിയുടെ മുമ്പ് കയറി ചെല്ലുക. അത്രയുള്ള അദ്ദേഹം അങ്ങ് പോവാണ്. കല്ലും മുള്ളും കാലക്കും എത്തി എന്ന് പറഞ്ഞാൽ പോവൂ. നമസ്കാരം. ഇന്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അതിഥി അയച്ചിരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇന്റർവ്യൂ. നമസ്കാരം സർ. ഇപ്പോഴത്തെ രാഷ്ട്രീയ വിവാദങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ സജീവമായിട്ട് മുന്നേറുമ്പോഴും ഒരു ചോദ്യം സൈബർ സ്പേസിൽ എസ്പെഷ്യലി ഇങ്ങനെ ഉയരുന്നുണ്ട്. ആരാണ് ആ ഒരാൾ? സാറിനെയും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാകും. അതായത് നിലവിൽ കേരളത്തിൽ നിന്ന് 20 MPമാരുണ്ട് നമുക്ക്. അതിലൊരാൾ BJPയുടെ ആളാണ്. ബാക്കി 19 പേരുണ്ട്. ഈ 19 പേരിൽ ഒരാൾ മെല്ലെ NDA പാളയത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാവും എന്നൊക്കെയാണ് പറയുന്നത്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും ആ ചോദ്യം. ഒരു പക്ഷേ മറ്റ് വിവാദങ്ങൾക്കിടയിൽ അതങ്ങോട്ട് സജീവമായി ചർച്ച ചെയ്യപ്പെടാതെ പോയതും ആകാം. താങ്കൾക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ ഒരാൾ BJPയിലേക്ക് പോകുമോ? പോകുമെങ്കിൽ അതാരാണ്? അങ്ങനെ ഒരാൾ BJPയിലേക്ക് പോകുമെന്ന് ചോദിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ എടുക്കുന്ന ആളിനെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിലല്ലേ BJP അവരെ എടുക്കൂ. ചെല്ലുന്നവരെല്ലാം BJP എടുക്കണമെന്നില്ലല്ലോ. BJPക്ക് ഇവിടുന്ന് ഒരു MP എടുക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് കൊടുത്തേ ഒരു MP അവരെടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ഉറപ്പിന് അർഹനായ ഒരു MP ഇവിടെ വേണ്ടേ, എങ്കിലല്ലേ എടുക്കുകയുള്ളൂ. അതിന് സാധ്യതയുള്ള ആളുകളെ മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. അങ്ങനെ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുമ്പോഴേ ഇവിടെ നിന്ന് പോയാൽ പോകുന്ന വ്യക്തിക്കും എത്തിച്ചേരുന്ന BJPക്കും ഒരുപോലെ പ്രയോജനം കിട്ടുന്ന 2-3 പേരുണ്ട്. ഇവിടെ ഒരു ചെറിയൊരു വിയോജിപ്പ് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. BJPക്ക് കൂടെ പ്രയോജനം ഉണ്ടാകണം എന്നുള്ളത് ടെക്നിക്കലി ശരിയാണ്. പക്ഷേ BJPയുടെ ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബേസ് ഉള്ളൊരു പാർട്ടിയല്ല. അവർ ഇന്ത്യ ഭരിക്കുന്നു, 3-2 ഭൂരിപക്ഷം ഒക്കെ അംഗീകരിക്കുമ്പോഴും BJPക്ക് കേരളത്തിൽ അതിശക്തമായ വേരോട്ടമോ സംവിധാനങ്ങളോ ഒന്നുമില്ല. അവരെപ്പോഴും സീറോയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. BJPക്ക് എന്ത് കിട്ടുന്നതും അഡ്വാൻറ്റേജാണ്. ഈവൻ ഒരു 10 വോട്ട് കൂടുതൽ ഒരു ബൂത്തിൽ കിട്ടിയാൽ അതും അവർക്ക് അഡ്വാൻറ്റേജാണ്. അപ്പോൾ അതുകൊണ്ട് സീറോയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിന് എന്ത് കിട്ടിയാലും ആഡഡ് അഡ്വാൻറ്റേജാണ് അല്ലെങ്കിൽ നേട്ടമാണ്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആര് വന്നാലും BJP സ്വീകരിക്കാം അല്ലെങ്കിൽ സ്വീകരിക്കും എന്നുള്ളൊരവസ്ഥയിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലെങ്കിൽ പോലും നമ്മളോടൊപ്പം എല്ലാവരും വരുന്നു, കണ്ടില്ലേ എന്ന് പൊതുസമൂഹത്തോട് വിളിച്ച് പറയാൻ BJPക്ക് എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്താൽ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അല്ല, എനിക്ക് അതിനകത്തൊരു ചെറിയ വിയോജിപ്പുള്ളത്, യഥാർത്ഥത്തിൽ BJP സീറോയിൽ നിൽക്കുന്നൊരു പ്രസ്ഥാനമല്ല. കേരള പ്രോസ്പെക്റ്റിലല്ല, കേരള പെർസ്പെക്റ്റീവിൽ BJP യഥാർത്ഥത്തിൽ സീറോയിൽ നിൽക്കുന്ന പ്രസ്ഥാനമല്ല, സീറോയിൽ നിർത്തിയിരിക്കുന്ന പ്രസ്ഥാനമാണ്. പാർട്ടിയുടെ നേതാക്കന്മാർ സീറോയിൽ നിർത്തിയിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് യഥാർത്ഥത്തിൽ BJP സീറോയിലല്ല. എന്താണെന്നറിയാം, CPM കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബേസ് ഉള്ള പാർട്ടി യഥാർത്ഥത്തിൽ BJP ആണ്. അവരുടെ ഒരു കേഡർ സ്വഭാവം, അവർ കൃത്യമായ കേഡർ. ഏറ്റവും വലിയ കാര്യം, CPMനേക്കാൾ കമ്മിറ്റഡ് കേഡറാണ് BJPയിലുള്ളത്. കാരണം BJPയിലെ ഈ രാഷ്ട്രീയവും മതവിശ്വാസവും ദേശീയബോധവും എല്ലാം കൂടെ ചേർന്ന ഒരു സങ്കരമായ സ്വാധീനമാണ് BJPയിലെ കേഡറിനെ സ്വാധീനിച്ചിരിക്കുന്നത്. ഭാരതമെന്ന ഒരു വികാരം, ഇന്ത്യക്കാരനാണെന്ന് ഞാനെന്ന ബോധം, ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം, ഇതെല്ലാം കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരാളുടെ മാനസിക സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ വ്യത്യസ്തമാണ്. പ്രത്യയശാസ്ത്രത്തിലാണല്ലോ CPMൻ്റെ നിപ്പ്. പ്രത്യയശാസ്ത്രം അടിത്തറ പോയി പാർട്ടിയുടെ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, CPMനേക്കാൾ കൂടുതൽ കമ്മിറ്റഡ് കേഡർ ഉള്ള പാർട്ടി യഥാർത്ഥത്തിൽ BJP ആണ്. അപ്പോൾ BJP സീറോയിലല്ല നിൽക്കുന്നത്. പോയിന്റ് ക്ലിയർ ആണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു കാര്യം, BJPയെ നയിക്കാൻ ശക്തമായ ഒരു നേതാവിൻ്റെ സാന്നിധ്യം കേരളത്തിൽ അനിവാര്യമാണ്. ഇപ്പം നിലവിലുള്ള നേതാക്കന്മാരിൽ, പുരുഷ നേതാക്കന്മാരിൽ ആരും പുരുഷ കേന്ദ്രീകൃതമായ പാർട്ടിയാണ്. ഒരാൾ പോലും BJPയെ നയിക്കാൻ കൽപ്പുള്ളൊരു പുരുഷൻ ഇപ്പോൾ BJPയിലില്ല, ഒരാൾ പോലും ഇല്ല. അപ്പോൾ കഴിവുള്ള ഒരാൾ വന്നാൽ അതിനകത്ത് ചില മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ശശി തരൂർ BJPയിലേക്ക് എന്നാൽ BJPക്കും ശശി തരൂരിന് ഗുണം ചെയ്യും. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ശശി തരൂർ രണ്ടാമതൊരു ബാല്യം ഇവിടെ ഇല്ല. അദ്ദേഹം തന്നെ പറഞ്ഞു ഇനി മത്സരിക്കാൻ അദ്ദേഹത്തിനില്ലെന്ന്. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ഒരാൾക്ക് പിന്നൊരു ഓപ്ഷൻ ഉള്ളത് പുസ്തകം എഴുത്തുമൊക്കെ ആയിട്ട് ഒതുങ്ങി കഴിയുക എന്നുള്ളതാണ്. ഇത്രയും കാലം ലൈം ലൈറ്റിൽ നിന്ന് നല്ല കഴിവുള്ള അല്ലെങ്കിൽ സമർത്ഥനായ ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം പെട്ടെന്ന് ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെൻറ്റിലേക്ക് അങ്ങനെ പോകാൻ സാധ്യത കുറവാണ്. കാരണം അദ്ദേഹത്തിന് ആരോഗ്യമുണ്ട്, കഴിവുണ്ട്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പോകേണ്ട കാര്യവുമില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് കോൺഗ്രസ്സിലുള്ള സ്പേസ് കുറഞ്ഞു വരികയാണ്. ഉദാഹരണത്തിന്
മല്ലികാർജ്ജുന ഖാർഗെക്കെതിരായിട്ട് അദ്ദേഹം മത്സരിച്ചപ്പോഴേ കേരളത്തിൽ നിന്ന് അദ്ദേഹത്തിന് വോട്ട് കിട്ടി. പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരെല്ലാം മത്സരിക്കുകയായിരുന്നു ശശി തരൂരിനെ തോൽപ്പിക്കാൻ. 85 വയസ്സുള്ള മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് വന്ന് രക്ഷിക്കും എന്ന് വിചാരിച്ച മണ്ടന്മാരോ സ്വാർത്ഥന്മാരോ വിഡ്ഢികളോ എങ്ങനെ വേണം അവരെ അറിയാം. മിനിമം നിഷ്പക്ഷത പാലിക്കാമായിരുന്നു. വിധേയബുദ്ധികൾ, കാര്യസ്ഥന്മാർ, അടിമകൾ, അവരാണ് ചെയ്തത്. അപ്പോൾ ശശി തരൂർ ധീരമായൊരു തീരുമാനമെടുത്തത് നെഹ്റു ഫാമിലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരുടെ ഒരു കാര്യസ്ഥനല്ല താന് എന്ന് തെളിയിക്കാനാണ് യഥാർത്ഥത്തിൽ ശശി തരൂർ നിന്നത്. അല്ലാതെ ധീരമായ തീരുമാനമായിരുന്നു. അതൊരു ധീരമായ, കാരണം ഒരുപക്ഷെ തോൽക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിന്നൊരു മത്സരം. അതെ, തോക്കുമെന്ന്. പക്ഷേ അദ്ദേഹത്തിന് പല സ്റ്റേറ്റുകളിലും നല്ല സ്വീകരണം കിട്ടി ശശി തരൂരിന്. അപ്പോൾ ശശി തരൂരിന് കോൺഗ്രസിൻ്റെ ഒരു പോക്കിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം. കോൺഗ്രസിൻ്റെ പോക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കോൺഗ്രസ്സുകാർ മഹാഭാഗ്യവാന്മാരാണ്. ഇപ്പോൾ അടുത്ത മാർക്സിസ്റ്റ് പാർട്ടിയിൽ ആരാ വരുന്നത്? എം വി ഗോവിന്ദനാണ് എന്ന് നമ്മുടെ ഒരു ഊഹമാണ്. ചിലപ്പോൾ ആയിരിക്കാം, അല്ലായിരിക്കാം. ബി ജെ പിയിൽ അടുത്ത് വരാൻ പോകുന്ന സുരേന്ദ്രന് ശേഷം ആരാ നമുക്ക് ആർക്കും അറിയില്ല. ആർക്കുമാകാം, അതിനകത്ത് ആർക്കുമാകാം. അഖിലേന്ത്യാ തലത്തിൽ ബി ജെ പി നരേന്ദ്രമോദി മാറിയാൽ ആരാ പ്രധാനമന്ത്രിയാണെന്ന് പല സ്ഥാനാർത്ഥികളുണ്ട്. നഡ്ഡ മാറിയാലാണ് ആരാണ് പിന്നെ നേതൃസ്ഥാനത്തേക്ക് പല നേതാക്കൾ ഓപ്ഷൻസ്. പക്ഷെ ഒരിക്കലും കോൺഗ്രസ്സുകാർക്ക് പിന്നെ ഒരു കാരണവശാലും നിരാശപ്പെടേണ്ട. കാരണം രാഹുൽജിയുണ്ട്, പ്രിയങ്കാജിയുണ്ട്. പ്രിയങ്കാജിക്ക് 2 മക്കളുണ്ട്. മരുമകൻ വാദ്രാജിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രിയങ്കാജിക്ക് 2 മക്കളുണ്ട്. റേഹാൻ രാജീവ്, മിറ വാദ്ര. അപ്പോൾ മിറാജിയുണ്ട്, റേഹാൻജിയുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ബ്ലിറ്റ്സ് എന്ന് പറഞ്ഞ ബംഗ്ലാദേശിൽ നിന്ന് ഇറങ്ങിയ ഒരു പത്രം പറയുന്നത് രാഹുൽജിക്ക് കൊളംബിയയിൽ വെറോണിക്ക കാട്ട്ലി എന്ന് പറയുന്ന സ്ത്രീയിൽ 2 മക്കളുണ്ടെന്നുള്ളതാണ്. ആ മകൻ്റെ പേര് ന്യായക് വിൻസി, മകളുടെ പേര് നിയക് വിൻസി എന്നാണ് പറയുന്നത്. ഈ വിൻസി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ യഥാർത്ഥ പേര് രാഹുൽ വിൻസി എന്നാണെന്ന് പലർക്കും അറിയാം. അതൊരു വാസ്തവമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു മഹാഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് നേതാവിനെ വേണോ? പ്രിയങ്കാജിയുടെ മക്കളുണ്ട്, 2 മക്കളുണ്ട്. ഇനി ഇറ്റലിയിൽ നിന്ന് നമുക്ക് സോണിയാജിയെ കൊണ്ടുവന്ന പോലെ കൊണ്ടുവരണോ? വെറോണിക്ക കാട്ട്ലിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചുള്ള നേതൃദാരിദ്ര്യമേ അവർക്കില്ല. അവർക്കൊരു 4-5 തലമുറയ്ക്കുള്ള നേതാക്കന്മാരെ അവർ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇവിടെ നേരിടുന്ന പ്രശ്നം ഈ നേതാക്കന്മാരെ ഇന്ത്യക്ക് വേണമെന്നുള്ളതാണ്. ഇപ്പോൾ ആരൊക്കെ എങ്ങനെയൊക്കെ ആടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ 99 എം പിമാരുണ്ടല്ലോ കോൺഗ്രസ്സിനകത്ത്. അതിനകത്തെ പല എം പിമാരുടെയും സ്പോൺസർ ചെയ്തിരിക്കുന്നത് RSS ആണ്. യു പിയിൽ നിന്ന് ജയിച്ചു വന്ന പലരും RSSകാരാണ്. വരട്ടെ, ഇനിയും ഒരു ബില്ല് അത് നമ്മൾ അറിയണമെങ്കിൽ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബില്ല്, പ്രത്യേകിച്ച് വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ബില്ല് പോലെ ഒരു ബില്ല് വരുമ്പോൾ ഇതിനകത്ത് എത്ര പേര് നമ്മുടെ രാഹുൽജിയോടെ നിൽക്കും നമ്മൾ കണ്ടറിയണം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് ഈ വാദ്രാജിക്കും പ്രിയങ്കാജിക്കും ഒക്കെ മുദ്രാവാക്യം വിളിക്കത്തക്ക വിധത്തിൽ ബൗദ്ധികമായി അധപ്പതിച്ച ഒരാളല്ല തരൂർ. അത് ചെയ്യില്ല. തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാണ്. ഞാൻ പറഞ്ഞത് തരൂരിന് കോൺഗ്രസിനകത്ത് വാദ്രാജിക്ക് മുദ്രാവാക്യം വിളിക്കാൻ തരൂർ നിൽക്കുമോ? എനിക്ക് തോന്നുന്നില്ല. പ്രിയങ്കാജിക്ക് മുദ്രാവാക്യം വിളിക്കാനും പറ്റും. കെ സി വേണുഗോപാലിന് പറ്റും. കെ സി വേണുഗോപാൽ വെറോണിക്കയ്ക്ക് മുദ്രാവാക്യം വിളിക്കും. അത് വേറെ കാര്യം. അത് ശശി തരൂരിന് അത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ശശി തരൂർ അദ്ദേഹം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ കോൺഗ്രസ് നമ്മൾ ഈ പ്രതിപക്ഷ ശക്തിയായിട്ടൊക്കെ വന്നെങ്കിലും കോൺഗ്രസ് സത്യത്തിന് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇന്ത്യൻ രാഷ്ട്രീയം നിരീക്ഷിച്ച് നമുക്കറിയാം. കോൺഗ്രസ് മുങ്ങാതിരിക്കുന്നതിൻ്റെ കാര്യം മറ്റ് ചില ഘടകകക്ഷികളുടെയൊക്കെ ഒരു സപ്പോർട്ടും പിന്നെ ചില പ്രത്യേക സാഹചര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ ബി ജെ പിക്ക് അകത്തുണ്ടായ ഒരു ഭിന്നിപ്പില്ലായിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് 400 സീറ്റ് ഉറപ്പായിട്ട് കിട്ടിയേനും നരേന്ദ്രമോദിക്ക്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അതൊന്നും രാഹുൽ ഗാന്ധിയുടെ മെഡിക്കലൊന്നും കിട്ടിയല്ലോ. ഇതൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ശശി തരൂരിന്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അദ്ദേഹം ബാഴ്സലോണിയ പോലെ ആക്കും തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞെങ്കിലും അതൊക്കെ അന്നേരം ഭംഗിവാക്ക് പറഞ്ഞതില്ല. അങ്ങനെയൊന്നും തിരുവനന്തപുരം ആക്കാൻ പറ്റില്ല എന്ന് കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹം കാണും. അതൊന്നും ആക്കാനൊക്കാത്ത കാര്യം തിരുവനന്തപുരത്ത് കലിംഗ പണിയാനൊക്കത്തില്ല. തിരുവനന്തപുരത്ത് റോഡിൻ്റെ സ്ഥിതി കണ്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം MP വിചാരിച്ചാൽ ഈ തിരുവനന്തപുരത്തിനെ ഒരു സ്വർഗ്ഗമാക്കിയൊന്നും മാറ്റാൻ പറ്റില്ല. അതിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ട് വേണം, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ വേണം, അതൊരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ശരി, ഇന്ത്യയെക്കുറിച്ചൊരു സങ്കല്പമുള്ള ഒരാളാണ് ശശി തരൂർ. അപ്പം തൻ്റെ ജീവിതത്തെക്കുറിച്ചും തൻ്റെ ഭാവിയെക്കുറിച്ചും അദ്ദേഹത്തിന് സ്വപ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇന്ത്യയെക്കുറിച്ച് സങ്കല്പവും തൻ്റെ ഭാവിയെക്കുറിച്ച് സ്വപ്നവുമുള്ള ശശി തരൂരിന് ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ യഥാർത്ഥത്തിൽ കോൺഗ്രസിന്. അദ്ദേഹം പാർലമെൻറ്റിൽ 4 ടേം പൂർത്തിയാക്കി.
ഇനി പാർലമെൻറ്റിലേക്ക് മത്സരിക്കില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം അവസാന മത്സരത്തിനാണ് ഇപ്പോൾ ഇറങ്ങിയത്, ജയിച്ചു. ഇനി അദ്ദേഹത്തിന് സ്വാഭാവികമായും കോൺഗ്രസിൽ മുന്നിലുള്ള ഏക സ്പേസ് എന്ന് പറയുന്നത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് UDF-നെ നയിച്ച് മുഖ്യമന്ത്രി സ്ഥാനം, കാരണം അദ്ദേഹത്തിന് ഇനി ഒരിക്കലും അവിടെ പോയി കൃഷിമന്ത്രിയായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. കാരണം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വിശ്വപൗരൻ ഇമേജുള്ള ഒരാളിന് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. ആ ഒരൊറ്റ സ്പേസ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കോൺഗ്രസ്സിലുള്ളത്. അതാണെങ്കിൽ ഒട്ട് ഇവർ അനുവദിച്ച് കൊടുക്കത്തുമില്ല. സോ തരൂരിന് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ BJP-യിൽ ചാടിയേ പറ്റൂ. ശരിയാണ്. തീർച്ചയായിട്ടും ശശി തരൂരിൻ്റെ ഒരു വളർച്ച വേണമെങ്കിൽ BJP-യിലോട്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിനകത്ത് എല്ലാവരും മുഖ്യമന്ത്രിയാകാനിരിക്കുകയാണ്. സതീശന് മുഖ്യമന്ത്രിമാരെ തട്ടിയിട്ട് നടക്കാൻ പറ്റത്തില്ല. നടക്കാത്ത മനോഹരമായ സ്വപ്നമാണെന്ന് അറിഞ്ഞാലും സതീശനും പ്രതീക്ഷിക്കാമല്ലോ. VD സതീശൻ ആഗ്രഹിക്കാമല്ലോ. അദ്ദേഹം ഒരു ഇഷ്ടംപോലെ. പിന്നെ സത്യത്തിന് കോൺഗ്രസിനൊരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ നിന്ന് വേണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ശശി തരൂരിനേക്കാൾ രമേശ് ചെന്നിത്തലയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ ശശി തരൂർ വിശ്വപൗരനാണെങ്കിലും അദ്ദേഹത്തിന് കേരള പൊളിറ്റിക്സിൽ എക്സ്പീരിയൻസ് ഇല്ല. പ്രായോഗിക രാഷ്ട്രീയം പ്രായോഗിക രാഷ്ട്രീയമാണ്. രമേശ് ചെന്നിത്തല വളരെ തന്ത്രശാലിയാണ്. കരുണാകരൻ്റെ കളരിയിൽ നിന്ന് പഠിച്ച ആളാണ്. പിന്നെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിലും വലിയ കുഴപ്പമൊന്നുമില്ലാതെ രമേശ് നല്ല മന്ത്രിയായിരുന്നു. എനിക്ക് വ്യക്തിപരമായ മതിപ്പാണുള്ളത്. കോൺഗ്രസിനെ എടുത്താൽ KC വേണുഗോപാലോ VD സതീശനോ K സുധാകരനോ ആര് മുഖ്യമന്ത്രിയാകുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ രമേശ് ചെന്നിത്തലയാണ് കോൺഗ്രസിന്, ഒരു പക്ഷേ സംസ്ഥാനത്തിന്. പക്ഷേ ഇതൊന്നുമില്ലാതെ അവസാന ഘട്ടം 26 കോൺഗ്രസ് ജയിച്ചാൽ ആകസ്മികമായി KC വേണുഗോപാൽ വന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. അത്ഭുതപ്പെടേണ്ട അങ്ങനെ സംഭവിച്ചാൽ. അതിനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട്. കാരണം അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ KC വേണുഗോപാൽ പ്രതിപക്ഷ നേതാവാകുമായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്പേസ് ഉണ്ട്. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഭാഗ്യത്തിനോ ദുർഭാഗ്യത്തിനോ എന്തായാലും ശരി അത് ഏറ്റെടുത്തു. ഇനി ബാക്കി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് കാണേണ്ട കാര്യമാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് സ്പേസ് ഇല്ല. രാഹുൽ ഗാന്ധിക്ക് എനിക്ക് ഇടയ്ക്ക് ഇത് വിട്ടു പോകാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് KC വേണുഗോപാലിന് പിന്നൊരു സ്പേസ് ഉള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ VD സതീശനെ മുന്നേ നിർത്തി അവസാനം വരെ കളിച്ചിട്ട് ഭൂരിപക്ഷം കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം നേരിട്ട് KC അവരോധിക്കപ്പെടാനാണ് സാധ്യതയുള്ളത്. അവരും ശശി തരൂരിന് സ്പേസ് ഇല്ല. തരൂരിന് എന്തായാലും കേരളത്തിൽ അവഗണന തന്നെയാണ്, അതിൽ യാതൊരു തർക്കമില്ലാത്തൊരു കാര്യം. പക്ഷേ ചില ചർച്ചകൾ, ചില കിംവദന്തികൾ, ചില കരക്കമ്പികൾ കൊല്ലത്തേക്കാണ് നീങ്ങുന്നത്. ശ്രീ പ്രേമചന്ദ്രൻ എന്തു തോന്നുന്നു? പ്രേമചന്ദ്രനെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഏറ്റവും സമർത്ഥനായ മെമ്പറാണ്. ഒരുപക്ഷെ ശശി തരൂരിനെക്കാട്ടി നന്നായിട്ട് പെർഫോം ചെയ്യുന്നത് പ്രേമചന്ദ്രനാണ്. പ്രേമചന്ദ്രനെ ഈ പ്രധാനമന്ത്രി അംഗീകരിച്ചതിൻ്റെ കാരണം പ്രേമചന്ദ്രൻ്റെ കഴിവ് കൊണ്ടാണ്. കാരണം ഈ പാർലമെൻറ്റിൽ സംസാരിക്കുന്ന MP-മാരെ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ മന്ത്രിമാർ പ്രത്യേകം ശ്രദ്ധിക്കും. എന്താ കാര്യം എന്ന് വെച്ചാൽ മന്ത്രിമാരെ പ്രതികൂട്ടിലാക്കാനും മന്ത്രിമാരെ വിമർശിക്കാനും ഒക്കെ ഇവർക്ക് കഴിയും. അപ്പോൾ ഇവരുടെ വിമർശനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവരുമായിട്ട് നല്ല സൗഹൃദം മന്ത്രിക്ക് അവരുടെ സൽപ്പേര് നിലനിർത്താൻ നല്ല ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് മന്ത്രിമാർ ഇവരുമായിട്ടൊക്കെ നല്ല ടീംസിലായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പോയ മറ്റേ പി രാജീവ് നല്ല മികച്ച പി രാജീവ് അവിടെ നിന്ന് പോരാൻ തുടങ്ങിയപ്പോഴേ BJP-യിലെ ഒരു നേതാവ് പറഞ്ഞു രാജീവിനെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, ഇനിയും വേണം, ആ ലാപ്ടോപ്പ് തന്നിട്ട് പോകണമെന്നൊക്കെ രാജീവിനെ ലോക്സഭയ്ക്ക് പിന്നെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാണ്. അപ്പം ലോക്സഭയ്ക്കല്ല രാജ്യസഭയിലായിരുന്നു. വീണ്ടും വേണം, പാർലമെന്റിലേക്ക് വീണ്ടും അയക്കണം. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു ആവശ്യപ്പെട്ട CPM-ലെ ഒരു നേതാവ് രാജീവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവിടുന്ന് CPM-ൽ പോയ ശ്രീ K രാധാകൃഷ്ണൻ എന്താ ചെയ്യാൻ കഴിയും? അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ഇവിടുന്ന് ഒഴിവാക്കി വിട്ടതാണ്. അത് മറ്റൊരു തന്ത്രം. അത്രേ ഉള്ളൂ. ഇനി നല്ല തണുപ്പും അവിടെ ഈ നമ്മുടെ ഈ ഡൽഹിയിലെ കടുത്ത തണുപ്പും ചൂടും ഒക്കെ ഉള്ളത് അദ്ദേഹത്തിന് പോയി ഒന്നും ചെയ്യാനുമില്ല, അദ്ദേഹത്തിന് സംസാരിക്കാനും ഒന്നുമില്ല, അദ്ദേഹത്തിന് അത് പറ്റുന്നതുമല്ല. പിന്നെ പോയി അവിടെ അദ്ദേഹത്തിന് പറ്റിയൊരു സ്പേസ് അല്ല. എന്നിട്ടും പാർട്ടി അദ്ദേഹത്തെ നിയോഗിച്ച് വിട്ടതിന് പിന്നിൽ താല്പര്യങ്ങൾ അതവിടെ നിൽക്കട്ടെ. പ്രേമചന്ദ്രനിലേക്ക് വന്നാലേ പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രി ആഹാരത്തിന് ക്ഷണിച്ചത് പ്രേമചന്ദ്രൻ്റെ കഴിവ് കണ്ടാണ്. അല്ല RSP എന്ന് പറയുന്ന ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെ BJP-യുടെ കൂടെ നിർത്താമെന്നൊന്നും വിചാരിച്ചല്ലോ. അത്തരം അങ്ങനെയൊന്നും ആരും കേരളത്തിലുള്ളവർ പോലും അറിയില്ല. ഒന്നുമില്ല. ഇവിടെ പ്രോബ്ലം ഉണ്ടെന്ന് വെച്ചാൽ ഈ RSP എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെ വേഗം ശോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പണ്ടും പറയുന്നത് നീണ്ടകര മുതൽ നീണ്ടകര വരെയാണ് അതിൻ്റെ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേമചന്ദ്രനെ ചുറ്റിപ്പറ്റി മാത്രമാണ് ഈ പാർട്ടി നിൽക്കുന്നത്. ഒരു MLA ഈ നിയമസഭയിലില്ല. പിന്നെ ഒരു MLA ആയിട്ട് വന്ന് മന്ത്രിയാകാൻ സാധ്യതയുള്ള ഒരാളാണ് ഷിബു ബേബിയാണ്. അദ്ദേഹത്തിന് സേഫായിട്ട് ഒരു മണ്ഡലം ആണോ ചവറ എന്നെനിക്ക് സംശയമുണ്ട്. നല്ല മന്ത്രിയാണ്, നല്ല കഴിവുള്ള ആൾക്കാളാണ്. പക്ഷേ അദ്ദേഹത്തിന് ജയിക്കാൻ 100% ഉറപ്പുറം ജയിക്കാൻ പറ്റുന്ന
ഒരു മണ്ഡലം കേരളത്തിലില്ല. അപ്പം രാഷ്ട്രീയ സാഹചര്യമൊക്കെ മാറി മറിയുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഒരുപക്ഷെ മാറിയേക്കാം. മൊത്തത്തിലൊരു LDF വിരുദ്ധ തരംഗം വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ശുഭ വിഭജനെ പോലെ ഒരു നേതാവിന് ജയിച്ച് വരാവുന്നതേ ഉള്ളൂ, മന്ത്രിയാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ള പ്രോബ്ലം ഈ അദ്ദേഹം മന്ത്രിയായാലും പ്രേമചന്ദ്രന് പിന്നെ ഒരു സ്പേസ് ഇല്ലല്ലോ ഇവിടെ. അദ്ദേഹം മന്ത്രിയായാൽ 5 കൊല്ലം, അടുത്ത 5 കൊല്ലം, ഇത്രയും നാൾ പുറത്ത് നിന്നതുകൊണ്ട് സ്വാഭാവികമായി ഇനിയൊരു ടേം കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് ശുഭ വിഭജന തന്നെ ആയിരിക്കും എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ അവിടെ വീണ്ടും ഔട്ടാണ്. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ അധികാര സ്ഥാനമില്ല. അദ്ദേഹം ജലവിഭവ വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന ആളാണ്. നല്ല മന്ത്രിയായിരുന്നു. അതെ, നല്ല മന്ത്രിയായിരുന്നു. അദ്ദേഹം പാർലമെൻറ്റിൽ തന്നെ നല്ല പാർലമെൻറ്റേറിയനാണ്, നല്ല പ്രാസംഗികനായിരുന്നു. അദ്ദേഹം നല്ല പാർലമെൻറ്റേറിയൻ നമ്മൾ ആവർത്തിച്ച് ഓർമ്മിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, വേറെ ഒരു 10-18 ആത്മാക്കൾ അവിടെ ഇരിപ്പുണ്ട്. അവരെ മുണ്ടഴിഞ്ഞാൽ പോലും ഉന്നിക്കത്തില്ല. അപ്പോൾ സ്പീക്കർ ചോദിക്കും എന്താണെന്ന് ചോദിക്കും. അപ്പോൾ എന്താണെന്ന് പറയണ്ടായോ, അപ്പോൾ 200 കൊടുക്കത്തേ ഉള്ളൂ. അത്തരം കുറേ MP മാരാണ് നമുക്ക് പോയിരിക്കുന്നത്. പിന്നെ കടലാസ് കീറാനായിരുന്നെങ്കിൽ, ഇവിടെ പ്രതാപൻ ഉണ്ടായിരുന്നെങ്കിൽ ബില്ല് കീറിക്കളെ, അതാ പിന്നെ സ്പീക്കർ വരട്ടി ഇത് കേരള നിയമസഭയൊന്നുമില്ല പൊക്കിയെടുത്ത് വെളി കളയുമെന്ന് പറഞ്ഞപ്പോൾ ആ അസുഖം മാറി. പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഗർജിച്ച ഏക MP ആണ് അദ്ദേഹം എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതെ, നമ്മുടെ പ്രതാപൻ. മനുഷ്യൻ ഗർജിക്കത്തില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി എന്തോ ഗർജിച്ചാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഗർജിച്ച ഇപ്രാവശ്യം ഗർജിക്കാൻ പുള്ളിക്ക് അത്ര താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കെ മുരളീധരന് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത്. പ്രധാനമന്ത്രിയുടെ മുഖത്ത് നോക്കി ഗർജിച്ച് എനിക്ക് കണ്ടിട്ടില്ല. പക്ഷേ നമ്മുടെ മുരളീധരൻ്റെ മുഖം ഒപ്പി കൊടുക്കുന്നത് കണ്ടു, വേർപ്പ്. അതേ ഞാൻ കണ്ടുള്ള മുഖത്ത് അത് കണ്ടു, നമ്മൾ ഒരു വീഡിയോയിൽ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രേമചന്ദ്രൻ്റെ സാധ്യതയിലേക്ക് പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമചന്ദ്രന് BJP-യിലേക്ക് പോയാൽ അദ്ദേഹത്തിൻ്റെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും അത്. കാരണം കേന്ദ്രമന്ത്രിയാവും ഡെഫിനറ്റായിട്ട് കേന്ദ്രമന്ത്രി. 2 കാര്യമാണ്. ഒന്ന്, ഡെഫിനറ്റായിട്ട് തന്നെ കേന്ദ്രമന്ത്രിയാകുകയും ചെയ്യാം, കൊല്ലത്ത് നിന്ന് ജയിക്കുകയും ചെയ്യാം. കാരണം കൊല്ലം അവർക്ക് പറ്റിയ സ്പേസാണ്. തിരുവനന്തപുരത്തേക്കാൾ BJP-ക്ക് നന്നായിട്ട് പെർഫോം ചെയ്താൽ പിടിച്ചെടുക്കാൻ പറ്റുന്നൊരു സീറ്റ് കൊല്ലത്തെയാണ്. കൊല്ലം അതിനുള്ള സ്പേസ് ഉണ്ട്. കാരണം അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ പ്രേമചന്ദ്രൻ്റെ ഒരു സൽപ്പേരും ഇതെല്ലാം കൂടെ കൊണ്ട് പ്രേമചന്ദ്രനെ ഒരു രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് തീർച്ചയായിട്ടും. അതായത് അദ്ദേഹം RSP ഇടത് സൈദ്ധാന്തിക ചിന്താഗതികളെല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സ്വാമിയെ ശരണയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് നേരെ മോദിയുടെ മുമ്പ് കയറി ചെല്ലുക. അത്രയുള്ള അദ്ദേഹം അങ്ങ് പോവാണ്. കല്ലും മുള്ളും കാലക്കും എത്തി എന്ന് പറഞ്ഞാൽ പോവോ അതറിയത്തില്ല. പോകാൻ തീരുമാനം പോകാതിരിക്കാം. അല്ല, പോയാൽ അദ്ദേഹത്തിന് വ്യക്തിപരമായി ഗുണം ചെയ്യും. അതാണ് താങ്കളുടെ പക്ഷം. ഓക്കെ, അല്ല, സ്വാമിയെ കണ്ട മോക്ഷം കിട്ടുമ്പോഴല്ലേ പോകുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പോയി കണ്ട് മോക്ഷം എടുക്കുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ മോക്ഷം വേണമെങ്കിൽ പോവാം. മോക്ഷം ഇതിനകത്ത് ഇവിടെ നിന്നാൽ മോശമൊന്നുമില്ല. ഇവിടെ നിന്നാൽ പാർലമെൻറ്റിലെ പ്രതിപക്ഷ MP ആയിട്ട് ദീർഘനേരം പ്രസംഗിക്കാം. അവിടെ നിന്നങ്ങ് മുരടിക്കും. അതിനപ്പുറത്ത് അദ്ദേഹത്തിന് സ്പേസ് എവിടെയുണ്ട്? ഇതിന് സ്പേസ് ഇല്ലല്ലോ. അപ്പം മോക്ഷപ്രാപ്തിക്ക് നല്ലത്. പണ്ട് അദ്ദേഹം ഈ LDF-ൽ നിന്ന് UDF-ലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്, അദ്ദേഹം പരനാറി എന്നുള്ളൊരു പ്രയോഗമാണ് ഇദ്ദേഹത്തിനെതിരെ പ്രയോഗിച്ചത്. ഇനി ഒരുപക്ഷെ ഇദ്ദേഹം അങ്ങോട്ട് കേന്ദ്രത്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതിലും കടുത്ത പ്രയോഗങ്ങളൊക്കെ നേരിടേണ്ടി വരുമോ? സാന്ദർഭികമായിട്ടും ചോദിച്ചതാണ്. അല്ല, പ്രയോഗമാണ് പ്രേമചന്ദ്രൻ്റെ ഭൂരിപക്ഷം കൂട്ടിക്കൊടുത്തത്. അത് ഇദ്ദേഹത്തിന് രാഷ്ട്രീയപരമായി ഗുണം ചെയ്യും. അപ്പോൾ ഇനിയും വന്നാലും പ്രേമചന്ദ്രന് ഗുണമേ ചെയ്യത്തുള്ളൂ. കാരണം നന്നായിട്ട് 1 ലക്ഷത്തിലധികം വോട്ട് കൃഷ്ണകുമാർ അവിടെ പിടിച്ചതാണ്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം കുറച്ചുകൂടെ വോട്ട് കിട്ടിയേനെ. കൃഷ്ണകുമാർ അല്ലായിരുന്നെങ്കിൽ പ്രേമചന്ദ്രന് വലിയ ഭൂരിപക്ഷം കിട്ടിയേനെ. 2.5 ലക്ഷം വോട്ടിനോടടുത്ത് വരും. അതായത് താങ്കളുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ മോദി പ്രഭാത ഭക്ഷണത്തിന് വിളിച്ചത് അത് ഒരു കാഷ്വൽ സന്ദർശനമാണ്, പ്രധാനമന്ത്രി അദ്ദേഹത്തെ സാന്ദർഭികമായി വിളിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നതെങ്കിലും ഇതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ട, അവിടെ എന്തോ ഒരു സം സോർട്ട് ഓഫ് ഒരു ഗാംബ്ലിംഗ് നടക്കുന്നുണ്ട് പ്രേമചന്ദ്രൻ്റെ കാര്യത്തിൽ. ശരിയാണോ? അല്ല, പ്രേമചന്ദ്രന് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കംഫർട്ടബിളായിട്ട് ഒരു പ്ലേസ്മെൻറ്റ് BJP-യിൽ കൊടുക്കും എന്നുള്ളൊരു സന്ദേശമായിരിക്കാം പ്രധാനമന്ത്രി നൽകിയത്. പ്രേമചന്ദ്രൻ മനസ്സ് വെച്ചാൽ മോദി അങ്ങ് എടുക്കും. തീർച്ചയായിട്ടും പ്രേമചന്ദ്രൻ എടുക്കുന്നത് BJP-ക്ക് വലിയൊരു അസറ്റായിരിക്കും. ഒന്ന്, കേരളത്തിൽ നല്ലൊരു നേതാവിനെ അവർക്ക് കിട്ടും. 2, നല്ലൊരു പാർലമെൻറ്റേറിയനെ അവർക്ക് അവിടെ കിട്ടും. നല്ലൊരു കേന്ദ്രമന്ത്രിയെ കിട്ടും. ഇതെല്ലാം BJP-ക്ക്. ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന നേതാക്കന്മാർ ഇതൊക്കെ അംഗീകരിക്കും? അവർക്ക് ഇതൊക്കെ താല്പര്യമുണ്ടോ? അല്ല, BJP-യുടെ സംസ്ഥാന നേതാക്കന്മാരിൽ ചിലർ മുഖ്യമന്ത്രിയാകാൻ, ആഭ്യന്തരമന്ത്രിയാകാൻ അതിൽ കുറച്ചൊന്നും എടുക്കില്ല. അവരതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അവരതാകുന്നിടം വരെ ഒരു മാറ്റവും BJP-യിൽ വരുത്താൻ അവർ സമ്മതിക്കില്ല. ഓക്കെ, നിലവിലെ സാഹചര്യം അങ്ങനെ നിൽക്കട്ടെ. ഇപ്പോൾ ഏകദേശം കൊല്ലത്തെ കാര്യത്തിൽ തീരുമാനമായി. ഇനി ആരെങ്കിലും ഉണ്ടോ അടുത്ത് വരാൻ സാധ്യതയുള്ളത്? BJP പോകുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നിയാൽ പോകും, തോന്നിയില്ലേ പോകത്തില്ല എന്ന് പറഞ്ഞ ഒരു MP ഉണ്ട്.
അത് കണ്ണൂരിൽ നിന്നാണല്ലോ, അത് കണ്ണൂരിൽ നിന്നാണ് ഈ ഗർജിക്കുന്ന ഒരു ശബ്ദമാണ്. ശ്രദ്ധിക്കുന്നത്. പക്ഷേ അദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്തിരുന്നു. അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയൊക്കെ, അദ്ദേഹം അന്ന് സാന്ദർഭികമായി എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ആ ചോദ്യങ്ങളുടെ മുനയൊടിക്കാൻ വേണ്ടി പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് ഒരു ഗൗരവം കൊടുക്കേണ്ടതുണ്ടോ ആ ഒരു പരാമർശം? കാരണം സുധാകരനെ പോലെ ഒരു നേതാവ് KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ശക്തിയുക്തം കോൺഗ്രസിന് വേണ്ടി കണ്ണൂർ പടപൊരുതി നിന്നൊരു നേതാവ് BJP പാളയത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ സാമാന്യ യുക്തിയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ? അല്ല, അത് ഈ പൊളിറ്റിക്സിലെ ഇതൊക്കെ സാധ്യതയുടെ കലയാണ് രാഷ്ട്രീയം. ഈ സാമാന്യ യുക്തിക്കും ചിന്തയ്ക്കും ഒക്കെ അതീതമാണ് രാഷ്ട്രീയത്തിലെ പല തീരുമാനങ്ങളും. ഇപ്പം തന്നെ ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു സുപ്രഭാതത്തിൽ പോയില്ലേ? അദ്ദേഹം ആരുടെ മകനാണ്? ആലോചിച്ച് നോക്കണം. ആ മനുഷ്യൻ അങ്ങോട്ട് പോയില്ലേ? അതുപോലെ തന്നെ പിന്നെ കോൺഗ്രസ്സിലെ പിന്നെ ശരത് പവാർ കോൺഗ്രസ് വിട്ടുപോയില്ലേ? ശരത് പവാറും BJP പോകാൻ റെഡിയായിരുന്നു. മമത കോൺഗ്രസ് വിട്ടുപോയില്ലേ? ഇവരൊക്കെ കോൺഗ്രസ് വിട്ടുപോയവരാണ് പ്രമുഖരായ. അവർക്കൊക്കെ ഒരു രാഷ്ട്രീയ ഭൂമിക സേഫായിട്ടുള്ള ചില സ്ഥലങ്ങളുണ്ടായിരുന്നു. കൃത്യമായ വോട്ട് ബാങ്കുകൾ, ജാതി രാഷ്ട്രീയം, അങ്ങനെ പലവിധ സമവാക്യങ്ങൾ അവർക്ക് ബാക്കപ്പായിട്ടുണ്ടായിരുന്നു. പക്ഷേ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പോകും എന്ന് പറയപ്പെടുന്ന ആൾക്കാർക്ക് ആർക്കും ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്ന് കൃത്യമായി പറയാൻ സാധിക്കില്ല. സുധാകരൻ്റെ കാര്യത്തിലും അത് തന്നെയല്ലേ? അതെ, അത് തന്നെയാണ്. സുധാകരൻ്റെ കാര്യത്തിൽ അത് തന്നെയാണ്. സുധാകരനെ ഒരുപക്ഷെ ഒരു MP എന്നുള്ള നിലയിലേക്ക് അവർക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നത് കേരള രാഷ്ട്രീയത്തിലായിരിക്കും. അദ്ദേഹത്തിന് വേറൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, അദ്ദേഹത്തിന് ഇനി ഒരു അംഗത്തിന് ബാല്യമുണ്ടോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. കാരണം ഫിസിക്കലി അദ്ദേഹം വീക്കാണ്. അപ്പോൾ അദ്ദേഹത്തെ സിംഹം എന്ന് കോൺഗ്രസ്സുകാരൊക്കെ പറയുമെങ്കിലും എഫക്റ്റീവ്ലി അദ്ദേഹത്തെ ആക്ഷേപിക്കുന്നതല്ല, പല്ലുകൊഴിഞ്ഞ സിംഹം എന്നുള്ള രീതിയിലേക്ക് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഫിസിക്കലി അദ്ദേഹം വീക്കാണ്. അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. ആ ഒരു സാഹചര്യം കൂടെ നോക്കുമ്പോൾ അദ്ദേഹം മാറാനുള്ളൊരു സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ? അല്ല, ഫിസിക്കലി അദ്ദേഹം വീക്കാണെങ്കിൽ മാറാനുള്ള സാധ്യത കുറവാകാനാണ്. കാരണം വെച്ചല്ലേ, അദ്ദേഹം അവസാന ജീവിതത്തിൻ്റെ ഒരു ദുർബലമായ ഘട്ടത്തിൽ ഒരു കാലമാറ്റക്കാരൻ എന്നുള്ള പേര് വലിച്ചു തലയിൽ വെക്കാൻ അദ്ദേഹം തയ്യാറാനുള്ള സാധ്യത കുറവാണ്. 2026 കോൺഗ്രസ്സിന് ജയിക്കാൻ സാധ്യത ഇവിടെ ഉള്ളപ്പോഴേ. പക്ഷെ ഒരു കാര്യം നമ്മൾ മറക്കേണ്ടത്, ഹസനെ മാറ്റി സുധാകരനെ വീണ്ടും ഇരുത്താൻ വൈമനസ്യം കാണിച്ചപ്പോൾ സുധാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വിവരം അറിയുന്നുള്ള കാര്യം. സുധാകരൻ അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ടെന്ന് കോൺഗ്രസ്സിലെ നേതാക്കന്മാർക്ക് അറിയാവുന്നത് കൊണ്ടാണ് അവർ സുധാകരനെ സഹിക്കുന്നത്, അല്ലെങ്കിൽ സുധാകരനെ അംഗീകരിക്കുന്നത്. എപ്പോൾ സുധാകരനെ ഇവിടെ ഇല്ലെങ്കിൽ BJPയിലേക്ക് സുധാകരൻ പോവുകയാണെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും BJPക്ക്. EP ആടി നിൽക്കുകയാണ്. പക്ഷേ EPയും സുധാകരനും ചേരുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. അല്ല, ഇതിൽ ഒരാൾ പോയാൽ മതിയല്ലോ. ഇവർ രണ്ടുപേരും ചേർന്നില്ലെങ്കിലും ഈ പൊളിറ്റിക്സിൽ നാളെ എന്താണെന്ന് ഒന്നൊക്കെ പ്രവചിക്കാനേ പറ്റില്ലല്ലോ. ഇപ്പോൾ സുധാകരൻ്റെ കാര്യത്തിൽ വിദൂരമായൊരു സാധ്യത സംഭവിക്കാതിരിക്കാം, അതിനപ്പുറത്തേക്കൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഏത് നേതാവിൻ്റെ കാര്യത്തിലായാലും, പ്രത്യേകിച്ച് സുധാകരൻ്റെ കാര്യം. അതെ. അപ്പോൾ സുധാകരൻ്റെ കാര്യം വ്യക്തമാണ്. പക്ഷേ ഇതിനിടയിൽ ഈ തരൂര് പോയാൽ ഒറ്റയ്ക്കാകില്ല പോകുന്നത് എന്നൊക്കെയുള്ള ചില കരക്കമ്പികളൊക്കെ കേൾക്കുന്നു. എന്ത് തോന്നുന്നു താങ്കൾക്ക്? അല്ല, തരൂര് പോവുകയാണെങ്കിൽ സംശയിക്കേണ്ട MK രാഘവനും പോകും എന്നാണ് എൻ്റെ വിശ്വാസം. കോഴിക്കോട് MP. കാരണം അതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഈ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെയാണ്. പിന്നെ കേന്ദ്രമന്ത്രിമാരും BJP നേതാക്കന്മാരും ഒക്കെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം MK രാഘവന് നല്ല ബന്ധമാണ്. അദ്ദേഹം BJPക്കാരുമായിട്ടല്ല, എല്ലാവരുമായും നല്ല ബന്ധമാണ് അദ്ദേഹത്തിൻ്റെ. ഇതിലെല്ലാം ഉപരിയായിട്ട് ഇപ്രാവശ്യം അദ്ദേഹത്തിന് ജയിപ്പിച്ചത് സഖാ വിളമരം കരീം കായാണ്. കരീം കായായിരുന്നല്ലോ അവിടെ സ്ഥാനാർത്ഥി. അത് ഒരു പാർട്ടിക്കുണ്ട്. അതാരാ ആ ഇലക്ഷൻ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത്? മുഖ്യമന്ത്രിയുടെ മരുമകനും ആഭ്യന്തരമന്ത്രി, നമ്മുടെ പിന്നെ പൊതുമരാമത്ത് മന്ത്രിയായ റിയാസാണ് അതിനൊരു നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഒരു പാർട്ടി ഈ ഇലക്ഷനെ പോലും ഇത്രയും കമ്മ്യൂണലായിട്ട് സമീപിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? MK രാഘവൻ്റെ ഭൂരിപക്ഷം പിന്നെയും കൂടുകയല്ലേ ചെയ്തു. അവിടെയും പിന്നെ MK രാഘവനെതിരെയും പരാതി ഉണ്ടായിരുന്നു. പ്രേമേന്ദ്രനെ പോലെ അദ്ദേഹം സംഖ്യയാണെന്നൊക്കെ പറഞ്ഞു നടന്നു. അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചില്ലല്ലോ. അപ്പോൾ എന്തായാലും ശരി, ഈ MK രാഘവന് ശശി തരൂരും ചേർന്ന ഒരു തീരുമാനം പോവുകയാണെങ്കിൽ, തരൂര് ഇടയ്ക്ക് ഒരു പൊതുസ്വീകാര്യത ഉണ്ടാക്കാനായിട്ട് പാണക്കാട് കുടുംബത്തിലും മൊത്തത്തിൽ ഇങ്ങനെ ഒരു കേരള പര്യടനം നടത്തി. അതിൽ ഉടനീളം സഞ്ചരിച്ച ഒരാളാണ് ഈ രാഘവൻ. അപ്പോൾ തരൂരിൻ്റെ റൈറ്റ് ഹാൻഡ്, എനിക്ക് തോന്നുന്നു കേരളത്തിൽ തരൂരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഏക കോൺഗ്രസ് നേതാവ് അദ്ദേഹം ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തരൂർ പോയാൽ രാഘവനും കൊണ്ടേ പോകൂ എന്നാണോ? അല്ല, തരൂരിന് ചില നിലപാടുകളുണ്ട്. ഇപ്പോൾ ഹമാസിൻ്റെ കാര്യത്തിൽ തരൂരെടുത്ത നിലപാടിന് തരൂർ മാറിയില്ലല്ലോ, അതിനൊന്നും മാറിയില്ലല്ലോ. അപ്പം ഹമാസിനെ കോൺഗ്രസ് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തപ്പോഴും തരൂർ ആ നിലപാട് സ്വീകരിച്ചില്ല. അപ്പം
തരൂരിന് ചില നിലപാടുകളുണ്ട്. ഹമാസിൻ്റെ കാര്യത്തിൽ തരൂരിൻ്റെ നിലപാടും ബി ജെ പിയുടെ നിലപാടും തമ്മിൽ വലിയ വ്യത്യാസമില്ല. പിന്നെ അന്തർദേശീയ രാഷ്ട്രീയത്തിലും മോദിയുടെ വിദേശ നയവും തരൂരിൻ്റെ വിദേശത്തുള്ള അദ്ദേഹത്തിൻ്റെ വിദേശ നയ സങ്കല്പങ്ങളും തമ്മിലും വലിയ വ്യത്യാസമില്ല. അപ്പം ശശി തരൂർ വലിയൊരു പെർസ്പെക്റ്റീവിൽ രാഷ്ട്രീയത്തെ കാണുന്ന ആളാണ്. സ്വാഭാവികമായി അദ്ദേഹം അങ്ങനെ മാറുന്നൊരു സാഹചര്യം വന്നാൽ വരുമെന്ന് നമുക്കറിയില്ല, ഇതൊക്കെ ഊഹാപോഹം മാത്രമാണ്. എങ്കിലും രാഘവനും അദ്ദേഹത്തോടൊപ്പം പോകും. കാരണം തരൂരിന് ഹമാസിനെതിരായ നിലപാടൊക്കെ എടുക്കാം, പക്ഷേ രാഘവൻ അങ്ങനെ ഒരു നിലപാടെടുത്തുകൊണ്ട് കോഴിക്കോട് കാലുകുത്താൻ പറ്റുമോ എന്നുള്ളത് വേറൊരു ചോദ്യമല്ലേ? അല്ല, രാഘവന അതിനിടയിൽ കുറച്ച് രാഷ്ട്രീയ മാറ്റങ്ങൾ അന്വേഷിച്ച കേരളത്തിൽ നടക്കും. കാരണം വെച്ചാൽ നമ്മൾ കാണാത്ത വലിയ നിശബ്ദമായൊരു മാറ്റം മുസ്ലിം കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്. ഇപ്പം അബ്ദുള്ള കുട്ടി പോയി, ഡോക്ടർ പിന്നെ വി സി പിന്നെ അബ്ദുൽ സലാം അബ്ദുൽ സലാം വളരെ വലിയൊരു പണ്ഡിതനാണ്. അബ്ദുൽ സലാം അങ്ങോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ചില മാറ്റങ്ങളുടെ തുടക്കമാണ്. അപ്പോൾ ഒരു ദേശീയത ഉള്ള ഒരു സംവിധാനം, അല്ലെ ദേശീയതയെ അംഗീകരിക്കുന്ന ഒരു സംവിധാനം മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകണം. ദേശീയ ആ ഒരു തലത്തിലേക്ക് ഒരു മാറ്റം ഉണ്ടാകണം. ബി ജെ പി അസ്പൃശ്യരായിട്ട് മാറ്റി നിർത്തണ്ട. കാശ്മീരിൽ തന്നെ PDP ആയിട്ട് ഒരു പിന്നെ സഖ്യമുണ്ടാക്കിയില്ലേ? കാശ്മീരിലെ സാഹചര്യമല്ല ഇവിടെ, എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. അല്ല, പ്രതീക്ഷിക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം പ്രതീക്ഷിച്ചില്ലെങ്കിലും ആ സാധ്യത തള്ളാൻ പറ്റില്ല എന്ന് പറയാം. തള്ളാൻ പറ്റില്ല. ശരി. അപ്പം അതിനകത്ത് അങ്ങനെ ഒരു ഇപ്പോൾ ഇതിനകത്തുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പണ്ട് EMS അങ്ങനെ പരീക്ഷണം നടത്തിയാണ്. EMSൻ്റെ ഒരു ഡെമോക്രാറ്റിക് ലീഗ് എന്നോ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞൊരു ലീഗ് ഉണ്ടാക്കി. എൻ്റെ പേര് ഞാൻ ലീഗ് നടത്തിയെടുത്തില്ല, കുറച്ച് മുസ്ലിങ്ങളെ ചേർത്തുകൊണ്ട് അദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കി. അതിനെ അന്ന് മലബാറിൽ അറിയപ്പെടുന്നത് തണ്ണിമത്തൻ ലീഗ് എന്നായിരുന്നു. മേളിലെ പച്ചയാണ്, മുറിച്ച് കഴിയുമ്പോൾ ചുമപ്പും. അതുകൊണ്ട് ഈ തണ്ണിമത്തൻ ലീഗിൻ്റെ ഒരു അനുഭാവികളായവരാണെന്ന് ഒപ്പം വന്നത്. പക്ഷേ ആ പരീക്ഷണം അന്ന് വിജയിച്ചില്ല. പക്ഷേ ഇപ്പോഴേ കേരളത്തിലെ ഈ വളരെ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP ആയിട്ട് ചേർന്ന് നിന്ന് മുസ്ലിം സമുദായത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നത് നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അത്തരം ഒരു നീക്കത്തിന് മുതിർന്നാൽ അത് വലിയ കുഴപ്പമില്ലാതെ പിടിച്ചു നിൽക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ താങ്കളുടെ വാക്കുകളുടെ ഒരു രത്ന ചുരുക്കം എടുക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കാം. ഡോക്ടർ ശശി തരൂർ പോയാൽ അത്ഭുതപ്പെടാനില്ല, പോകുമോ ഇല്ലെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നില്ല. അത് കഴിഞ്ഞ് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീ പ്രേമചന്ദ്രൻ, അദ്ദേഹവും ദർ ഇസ് എ ചാൻസ് മാറിയേക്കാം. പിന്നെ നമ്മൾ നേരെ പോകുന്നത് കോഴിക്കോട്, കണ്ണൂർ. 4 MP മാർ, അതായത് പുറമേ കേൾക്കുന്നതും പറയുന്നതും കേരളത്തിൽ നിന്ന് ഒരു ഇന്ത്യ മുന്നണി MP BJPയിൽ പോകും എന്ന് പറയുന്നിടത്ത് താങ്കളുടെ വാക്കുകൾ അനുമാനിക്കുകയാണെങ്കിൽ 4 പേർ പോകാനുള്ള സാധ്യതയുണ്ട്. വ്യത്യസ്ത കാരണങ്ങളാൽ പോകാൻ. പക്ഷേ രാഷ്ട്രീയമാണ്, എന്ത് സംഭവിക്കുന്നു ഒരു രീതിയിലും പറയാൻ പറ്റില്ല. ദർ ഇസ് എ ചാൻസ്, മേ ഓർ മേ നോട്ട്, അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷേ നമ്മൾ ഏതൊരു നാണയത്തിനും 2 വശമുണ്ടല്ലോ. ഇപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പേർ അങ്ങോട്ട് പോകും എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ എന്ത് എന്നുള്ളതും കൂടെ നമ്മളൊന്ന് ചിന്തിക്കും. അവിടെ നിന്ന് ആരും ഇങ്ങോട്ട് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ ഇല്ല എന്ന് പറയാമെങ്കിലും നമ്മൾ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ട ആറ്റുനോറ്റ് വിരിഞ്ഞൊരു താമരയുണ്ട്. തൃശ്ശൂർ സ്വന്തമായി നെഞ്ചിലേറ്റിയ, തൃശ്ശൂരിനെ തലയിൽ വയ്ക്കുന്ന ഒരു MP. ഇപ്പോൾ കേന്ദ്രമന്ത്രിയാണ് അദ്ദേഹത്തിൻ്റെ ഒരു നിലവിലെ നിലപാടുകളും മന്ത്രിസ്ഥാനവും സിനിമാഭിനയവും എന്ത് തോന്നുന്നു താങ്കൾക്ക്? അദ്ദേഹത്തിന് കിട്ടിയ അവസരം ഫലപ്രദമായി ഉപയോഗിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. ഒരു സെലിബ്രിറ്റിക്ക് അപ്പുറം രാഷ്ട്രീയക്കാരുടെ ഇടയിൽ തന്നെ വലിയ ഒരു ആരാധക വൃന്ദത്തെ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു, അതൊരു വാസ്തവമാണ്. പക്ഷേ എങ്കിലും അദ്ദേഹത്തിൽ അർപ്പിക്കപ്പെട്ട ഒരു ഉത്തരവാദിത്വം അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട പാർട്ടിക്കൂടെ ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കണ്ടേ കേരളത്തിൽ? അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ ഏറ്റവും കൂടുതൽ പിന്നെ ഒരു നിക്ഷേപമായിട്ട് വരുന്ന BJPക്കാണ്. സുരേഷ് ഗോപി എന്ന് പറയുന്ന MP ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗുണകരമായി വരുന്ന അദ്ദേഹത്തിനേക്കാൾ കൂടുതൽ BJPക്കാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങളിൽ തെറ്റ് വന്നാൽ അതിൻ്റെ ബാധ്യത ചുമക്കേണ്ടതും BJPയാണ്. ഞങ്ങളിവിടെ ഒരു ആദ്യം താമര വിരിയിച്ചു, ഇത്ര ഇമ്മച്ചുവറായിട്ട് എന്താണ് ഇദ്ദേഹം ഇങ്ങനെ പെരുമാറുന്നത് എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, അദ്ദേഹം ഒരു ബോൺ പൊളിറ്റീഷ്യനൊന്നുമല്ല, അങ്ങനെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചിട്ടുള്ള ആളുമല്ല. പിന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പാഠശാലയായിരിക്കാം ഇപ്പോൾ പാർലമെൻറ്റ്. അവിടെ വന്ന് നേരത്തെ രാജ്യസഭയിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും ഘട്ടം ഘട്ടമായിട്ട് ഈ പാറക്കല്ല് ആറ്റിലൊഴുകി മിനുസം വരുന്നത് പോലെ അദ്ദേഹം മിനുസം വന്ന ഒരു നേതാവായി വരികയും സമകാലിക രാഷ്ട്രീയം ഉൾക്കൊള്ളുകയും താൻ എന്താണ് പറയേണ്ടത്, താൻ എന്താണ് പറയാൻ പാടില്ലാത്തത്, താൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അനുഭവത്തിലൂടെ അദ്ദേഹം പഠിച്ചു വന്ന് നല്ല ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറിയാൽ
BJPക്ക് തീർച്ചയായിട്ടും അതൊരു മുതൽക്കൂട്ടാണ്. അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിൽ BJPക്ക് അതൊരു ബാധ്യതയായിട്ടും വരും. മനസ്സിലായി. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കാം, നമുക്കിപ്പോൾ കൃത്യമായി ഒന്നും പറയാൻ സാധിക്കില്ല. ഏതായാലും അധികം വൈകാതെ ഈ മാറ്റമൊക്കെ ഉണ്ടാവുമെന്നാണ് പറയുന്നത് തൽപര കക്ഷികൾ അല്ലെങ്കിൽ രാഷ്ട്രീയ കുതുകികൾ. ഏതായാലും എന്താണ് സംഭവിക്കുന്നത്, ആരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് അല്ല, നോക്കാം. അതിനകത്ത് കുറച്ചു കാലം മുമ്പ് ശോഭാ സുരേന്ദ്രനെ നമ്മൾ ഈ പറഞ്ഞ ആളുകളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്തപ്പോഴും നമുക്ക് ഈ ഹാസ്യാത്മകമായി പറഞ്ഞാൽ ഒരു തോറ്റ MP നമുക്കുണ്ടല്ലോ, സാക്ഷാൽ കെ മുരളീധരൻ. അപ്പം അദ്ദേഹം ജയിക്കുമെന്ന് അദ്ദേഹം ഉറപ്പിച്ച് പോയതാണല്ലോ. അപ്പോൾ എന്തായാലും ഒരുമാതിരി ന്യായമായിട്ട് അദ്ദേഹം തോറ്റല്ലോ. അപ്പോൾ മുരളീധരനെ കുറിച്ചെന്തോ ചോദ്യം ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചപ്പോഴേ ശോഭ പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെക്കുറിച്ചൊന്നും പറയില്ല, കാരണം ഞങ്ങൾക്ക് നാളെ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ടി വരുമോ എന്നറിയില്ല, അതുകൊണ്ടൊന്നും പറയില്ല. ഒരു നല്ലൊരു കമന്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം MP അല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ തൽക്കാലം മാറ്റി നിർത്തിയതാണ്. പക്ഷേ ദർ ഇസ് എ ചാൻസ് എന്ന് പറഞ്ഞാൽ മുരളീധരനെ വേണമെങ്കിൽ ഉൾപ്പെടുത്താം എന്നാണോ? അല്ല, മുരളീധരനെ ഉൾപ്പെടുത്തുന്നതിൻ്റെ പ്രശ്നം അവിടെ വെച്ചാൽ ഈ ചിലരെ BJPയിലെ കേഡർ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. മുരളീധരനെ ഇവിടുത്തെ കേരളത്തിലെ കേഡർ ഉൾക്കൊള്ളുന്ന ഒരാളല്ല. തന്നെയല്ല, അവിടുന്ന് പത്മജ നേരത്തെ പോയല്ലോ. മുരളീധരൻ ഇനിയും പത്മജ ജി എന്ന് വിളിക്കുകയല്ലാതെ മുരളീധരന് വേറെ മാർഗ്ഗമൊന്നുമില്ല. പത്മജയ്ക്ക് അവിടെ എവിടെയെങ്കിലും സ്പേസ് കിട്ടും. മുരളീധരന് വട്ടിയൂർക്കാവ് പോലും ഇനിയും കിട്ടില്ല. കിട്ടിയാലും ജയിച്ച് വരാൻ മുരളീധരന് പ്രയാസം വരും, കാരണം അദ്ദേഹം അൺപോപ്പുലർ ആയിട്ടുണ്ട്. പിന്നെ ശക്തമായ ഒരു ഭരണവിരുദ്ധ വികാരത്തിൽ അദ്ദേഹം കയറി വന്നെങ്കിൽ. പക്ഷേ മുരളീധരൻ നല്ലൊരു സാമാജികനാണ്. വട്ടിയൂർക്കാവ് MLA എന്നുള്ള നിലയ്ക്ക് നല്ല സാമാജികനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ തട്ടകമായിരുന്നല്ലോ വട്ടിയൂർക്കാവ്. അത് വിട്ടുപോയൊരു തട്ടകത്തിൽ ചെന്ന് തിരിച്ചത് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. പിടിക്കാൻ പറ്റും. അതിശക്തമായ ഒരു LDF തരംഗം കേരളത്തിൽ വന്നാൽ, ഇപ്പോൾ 2024 ഇപ്പോൾ ഈ പാർലമെൻറ്റ് ഇലക്ഷൻ സംഭവിച്ചതുപോലെ ഒരു തരംഗത്തിൻ്റെ രൂപത്തിൽ അത് ആഞ്ഞടിച്ചാൽ മുരളീധരൻ അവസരമുണ്ട്. അല്ലെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് വന്നാൽ പഴയതുപോലെ അത്ര ഈസി അല്ലെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഏതായാലും ഇപ്പോൾ നമ്മൾ BJPയിൽ ഈ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയിൽ നിന്ന് BJPയിലേക്ക് ഒരാൾ പോകും എന്നുള്ളൊരു കിംവദന്തിയാണ് നമ്മുടെ ഈ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇതിന് ആധാരമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ 4 MPമാരുടെ ഒരു പ്രോബബിലിറ്റി പറഞ്ഞു. അവർ പോകുമെന്നോ ഇല്ലെന്നോ പറയുന്നില്ല, പക്ഷേ പ്രോബബിലിറ്റി പറയുന്നു പോവുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇല്ല എന്നുള്ള കാര്യം. ആ കൂട്ടത്തിൽ മുരളീധരനെ പെടുത്താൻ പറ്റുമോ ഇല്ലയോ? മുരളീധരൻ MP അല്ല, എന്നാലും ചോദിക്കുകയാണ്. ഇല്ല, മുരളീധരൻ സാധ്യതയില്ല. കാരണം മുരളീധരൻ്റെ ഏറ്റവും വലിയ ശത്രു പത്മജയാണ്. പത്മജ നേരത്തെ തന്നെ BJPയിൽ പോയല്ലോ. അത് ചട്ടിങ്കലാവുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കും. സഹോദരിയും സഹോദരനും അല്ലേ, അതൊക്കെ അങ്ങ് പൊറുക്കാവുന്നതല്ലേ ഉള്ളൂ, രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്. അല്ല, ഇതുവരെ അവർ പുറത്തിട്ടില്ല, അതല്ലേ പ്രശ്നം. കരുണാകരൻ ജീവിച്ചിരുന്നപ്പോൾ തുടങ്ങിയ യുദ്ധം ഇത്രയും കാലമായിട്ടും തുടരുകയാണല്ലോ. തന്നെയല്ല, പത്മജ പോയി അവിടെ ഒരു സേഫ് ആയി കഴിയുമ്പോൾ ഇനിയും അവിടെ പോയാൽ ഒരു ജൂനിയർ നേതാവാണ്. ആദ്യം ചെന്നത് പത്മജയാണ്, രണ്ടാമതല്ലേ മുരളിയെ പരിഗണിക്കാൻ പറ്റുള്ളൂ. മുരളീധരന് BJPയിലോട്ട് ഇനി മുരളീധരന് തൽക്കാലം റൂൾ ഔട്ട് ചെയ്തതിന് നിർത്താം. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിക്കും, ആരെങ്ങോട്ട് ചാടും എന്നൊക്കെ ഉള്ളത് കാലം തെളിയിക്കേണ്ട കാര്യമാണ്. നമുക്ക് നോക്കാം. നന്ദി.